ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിൽസില സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് കൊടുക്കണേ. എന്നാൽ നമുക്കിതൊരു പാർട്ടിലോട്ട് പോകാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നന്ദിനി മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആരോ നന്ദിനി എന്ന് വിളിക്കുന്നു. ഇതാ രാജദീപിൻ്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ, അവൻ വീണ്ടും വന്നോ എന്നും പറഞ്ഞ് പേടിച്ചിട്ട് ഓടാൻ നോക്കുന്നു നന്ദിനി. അപ്പോൾ ആരോ അവളെ സാരിയെടുത്ത് പിടിച്ച് വലിക്കുന്നു. അങ്ങനെ പേടിച്ചിട്ട് അനങ്ങാതെ നിൽക്കുന്നു. ആ സ്ഥലത്ത് ഉടനെ ഗുണാലും വരുന്നു. നന്ദിനി നന്ദിനി എന്തു പറ്റി, എന്നിങ്ങനെ ടെൻഷനായി നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയാവുന്നു, എന്നെ തനിച്ചാക്കി ഒരിടത്ത് പോകാതെ എന്നും പറഞ്ഞ് അവൻ്റെ കൈ ഞെരുക്കി പിടിക്കുന്നു നന്ദിനി. എന്ത് പറ്റി നിനക്കിപ്പോൾ, എന്താ പ്രശ്നം? ആരോ എൻ്റെ പിറകെ ഉണ്ട്, നോക്കൂ, എൻ്റെ പിറകെ ആരോ ഉണ്ട്. അതോ, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, ഒരു കമ്പിലാണ് നിൻ്റെ ഈ സാരി തൊടുത്ത് നിൽക്കുന്നത്. അത് ഗുണാലെടുത്ത് മാറ്റുന്നു. നീ ഇങ്ങനെ പേടിക്കാതെ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. ആ രാജദീപ് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്, അവൻ അങ്ങനെയൊന്നും പുറത്തിറങ്ങി വരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. നന്ദിനി ആ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് മൗലിയും വരുന്നു. എന്തു പറ്റി നന്ദിനി, എന്തൊരുമാതിരി ഇരിക്കുന്നേ? മെഹന്തി നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ, എൻജോയ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, അതോ, എനിക്ക് ഡാൻസ്, മെഹന്തി ഒക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അയാളെ കല്യാണം കഴിച്ചതോടെ ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നോ അതൊക്കെ ഞാൻ വെറുക്കാൻ തുടങ്ങി. കുറേ വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടത് എന്ന് സങ്കടത്തോടെ പറയുന്നു. നീ ഒന്നും സങ്കടപ്പെടാതെ, അവൻ പോലീസ് സ്റ്റേഷനിലല്ലേ, അവനെ കൊണ്ട് ഇനി നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. പെട്ടെന്ന് തന്നെ അവനെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ട് നീ ഒന്നും ചിന്തിച്ച് സങ്കടപ്പെടാതെ എന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. നെക്സ്റ്റ് മൗലിയും ഗുണാനും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗുണാൻ, നമ്മൾ ഇന്നലത്തെ ഡേ ഫുള്ള് നന്ദിനി എന്ത് ഹാപ്പി ആയിട്ടാണ് വെച്ചിരുന്നത്, എന്നാലും അവളുടെ ഫേസിൽ എന്തോ ഒരു സങ്കടമുണ്ട്. ഇതെങ്ങനെ മാറ്റാമെന്ന് എനിക്കറിയില്ല ഗുണ എന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നു. നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ നമുക്ക് നന്ദിനിയും കൊണ്ടുപോകാം. ആ സ്ഥലം കാണുമ്പോൾ അവർക്ക് മൈൻഡ് ഫ്രീ ആവും. വാ, ഇത് നല്ല ഐഡിയ, നാളെ തന്നെ നമുക്ക് അവിടെ പോകാം എന്ന് തീരുമാനമെടുക്കുന്നു രണ്ടുപേരും. മോർണിംഗ് മൗലി അവളെ അമ്മയെ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അമ്മ, നിങ്ങൾ എന്നോട് സംസാരിക്കില്ലേ? ഞാൻ എന്തിനടി നിന്നോട് സംസാരിക്കണം? എന്നെക്കാളും വലുത് നിനക്ക് ആ നന്ദിനിയല്ലേ? ആ നന്ദിനി ആ വീട് വിട്ട് പോയാൽ മാത്രം തന്നെ ഞാൻ നിന്നോട് ഇനി തൊട്ട് സംസാരിക്കും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് മൗലിക്ക് നല്ല ഫീലാവുന്നു. എന്നിട്ടാണ് നന്ദിനിയുടെ അടുത്തോട്ട് പോകുന്നു. നന്ദിനി, നമ്മൾ ഇന്ന് 3 പേരും പുറത്തോട്ട് പോകുന്നു, അതുകൊണ്ട് നീ ഒന്ന് പെട്ടെന്ന് റെഡിയായി നിൽക്കുക കേട്ടോ. ഇല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ 2 പേരും പൊക്കോ. ഇല്ല, നീ വന്നു തന്നെ ആവണം എന്നും പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നു. അതോടെ നന്ദിനിയും സമ്മതിക്കുന്നു. 3 പേരും ചേർന്ന് ഹാപ്പിയായി കാറിൽ പോവുമായിരുന്നു. നന്ദിനിയും നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്, മഴ വരുന്നത് പോലെയുണ്ട്. ഉടനെ ഗുണാൽ കാറ് നിർത്തിയിട്ട് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗുണാനും മൗലിയും ചേർന്ന് ഡാൻസ് കളിക്കുന്നു. മൗലി നന്ദിനിയെ പോയി വിളിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വരുന്നില്ല. പക്ഷെ മൗലി തുടരെ വിളിച്ചപ്പോൾ അവളൊരു കുടയും കൊണ്ട് ഇറങ്ങി വരുന്നു. ശക്തിയായിട്ട് കാറ്റ് വീശിയപ്പോൾ അവളുടെ കയ്യിലുള്ള കുട പറന്നു പോകുന്നു. എന്നാൽ നന്ദിനി ആ കുടയുടെ പിറകെ പോകുന്നു. അപ്പോൾ ആ മഴത്തുള്ളികളൊക്കെ അവളുടെ ദേഹത്ത് വീഴുന്നു. അതോടെ അവൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല. മഴയിൽ അങ്ങനെ നനഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അവളെ താലി പൊട്ടിച്ചെടുത്തെറിയുന്നു. നല്ല സന്തോഷത്തോടെ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ കണ്ട മൗലിക്ക് നല്ല സന്തോഷമാവുന്നു. കണ്ടു ഗുണാൽ, എൻ്റെ നന്ദിനി പഴയ നന്ദിനിയായി തിരിച്ചു വന്നു. എനിക്ക് നല്ല സന്തോഷമായി ഗുണാൽ. ഇത് കണ്ട ഗുണാലിന് നല്ല സന്തോഷമാകുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ഗുണാലിൻ്റെ മനസ്സ് എവിടെയോ പോകുന്നു. നന്ദിനി മഴയിൽ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അവളെ അവൻ തെറ്റായി നോക്കാൻ ആരംഭിക്കുന്നു. അടുത്ത് സ്വന്തം ഭാര്യ നിൽക്കുമ്പോൾ അവൻ നന്ദിനിയെ സൈറ്റടിച്ചിട്ട് ഇരിക്കുകയാണ്. അതോടെ അവന് ബോധം വരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നു. വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഓരോ ജോലിയിൽ ഏർപ്പെടുന്നു. എന്നാൽ ഗുണാലിന് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നന്ദിനി മഴയിൽ ഡാൻസ് കളിച്ചതൊക്കെ അവൻ്റെ ചിന്തയിൽ ഓടിയിട്ടിരിക്കുന്നു. എന്താ ഇത്, എനിക്കെന്താ പറ്റിയത്? എപ്പോഴും അവളെ മുഖം മാത്രം മനസ്സിൽ വരുന്നു.
ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. ഇപ്പം എന്ത് ചെയ്താലും അവളെ ചിന്ത മാത്രം. ഇതൊന്നും അത്ര ശരിയല്ല എന്ന് അവൻ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം മൗലി അവൻ്റെ കൂടെ സംസാരിക്കാൻ വരുന്നു. എന്തു പറ്റി ഗുണ, എന്തു പറ്റി, ഒരുമാതിരി ഇരിക്കുന്നു? ഇല്ല, ഒന്നുമില്ല എന്നും പറഞ്ഞ് ഒതുങ്ങിപ്പോകുന്നു. എന്നാലും അവൻ അവളോട് നല്ല ദേഷ്യം വരുന്നു. എന്തു പറ്റി, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്തേലും വർക്ക് ടെൻഷനാണോ? അതാണോ എന്നോടിങ്ങനെ? എങ്കിൽ വാ, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. ഇല്ല, ഞാൻ വരില്ല എന്നവൻ നല്ല പറഞ്ഞു. പക്ഷേ അവൾ അവനെ വിട്ടില്ല. നിർബന്ധിച്ചുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. റൂമിൻ്റെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഫുള്ളിരുട്ട്. എന്താ ഇത്, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നന്ദിനി ക്യാൻഡിലും കേക്കും ഒക്കെ ആയി വരുന്നു. അവളെ കണ്ടതും ഏഞ്ചലിനെ കണ്ടതുപോലെ അവൻ കണ്ണെടുക്കാതെ നോക്കിയിട്ടേയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ഗുണാൽ എന്നെല്ലാവരും സൗണ്ട് ഇടുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അന്ന് ഗുണാലിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അതിനു വേണ്ടിയാണ് നന്ദിനി കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. എന്നാൽ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് മൗലിയാണ്. എന്നാൽ ഗുണാൽ നന്ദിനി അവന് വേണ്ടി എന്തോ എഫേർട്ട് ഇട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന പോലെയാണ് നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നത്. അതോടെ നന്ദിനി അവന് കേക്ക് എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നു. എന്നാൽ അവൻ കേക്ക് കയ്യിൽ വാങ്ങിയിട്ട് അവളെ അടുത്ത് നിന്ന് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. അതോടെ എല്ലാവരും സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നു. അവിടേക്ക് മൗലി വരുന്നു. എന്ത് പറ്റിയിടാ, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, എങ്ങനെ സർപ്രൈസൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് പറ്റിയെന്നറിയില്ല. അവൾ ഉടനെ കെട്ടിപ്പിടിക്കുന്നു. അവനെ നാണക്കേടായി തോന്നുന്നു. അതുകൊണ്ടാവും ഞാൻ ഇത്ര മോശമാണോ, എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടിനെ തന്നെ ഞാൻ വേറൊരു രീതിയിൽ നോക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മൗലിയെ ഇറുക്കി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. മൗലി, നീ എൻ്റെ കൂടെ ഇരിക്കെ, എന്നെ വിട്ടിട്ട് ഒരിടത്തും പോകാതെ എന്ന് പറയുന്നു. ഞാൻ എവിടെ പോകാൻ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്നവളും പറയുന്നു. നൈറ്റ് രണ്ടുപേരും ഉറങ്ങുവാണ്. ഗുണാലിനൊരു സ്വപ്നം വരുന്നു. ഗുണാൽ മൗലിയുടെ പിറകെ ഓടുവാണ്, നല്ല സ്പീഡിൽ ഓടുവാണ്. ഉടനെ അവളെ പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവന് ഭയങ്കര ഷോക്ക്. അത് മൗലിയല്ല, നന്ദിനിയാണ്. ഉടനെ അവൻ പേടിച്ചിട്ട് ഞെട്ടി എണീക്കുന്നു. എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലില്ല. എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കണേ? ഞാൻ എൻ്റെ മൗലിയെ എൻ്റെ ഉയിരായിട്ടാണ് പ്രണയിക്കുന്നത്. പക്ഷേ എൻ്റെ സ്വപ്നത്തിലും ചിന്തയിലുമൊക്കെ എന്താ നന്ദിനി ഇങ്ങനെ വരുന്നത്? അടുത്ത് പാവം മൗലി കിടന്നുറങ്ങുകയാണ്. അവൻ അവളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു കിസ് ചെയ്യുന്നു. സത്യമാ മൗലി, എൻ്റെ പ്രണയം എന്നും നിനക്ക് മാത്രമാണ്, അത് ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഉറങ്ങാൻ കിടക്കുന്നു. എന്നാൽ അവന് ഉറങ്ങാനേ പറ്റുന്നില്ല. ശരി, എന്നാൽ ഒരു കോഫി ഇട്ട് കുടിക്കാമെന്നും പറഞ്ഞ് കിച്ചണിൽ പോയി കോഫിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് നന്ദിനി വന്ന് നിൽക്കുന്നു. അങ്ങനെ കോഫി തട്ടി അവൻ്റെ കയ്യിൽ വീഴുന്നു. അയ്യോ, എന്തായി? സോറി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഐസ് വാട്ടർ എടുത്തിട്ട് വന്ന് അവൻ്റെ കയ്യിൽ അത് മുക്കി അവനെ നല്ല കെയറായിട്ട് അവൾ നോക്കുന്നു. പക്ഷെ അവനിത് എന്തോ പോലെ ആവുന്നു. ഇവളെ വിട്ട് ദൂരത്തോട്ട് പോകാമെന്ന് വെച്ചാൽ ഇവളായിട്ട് എൻ്റെ അടുത്ത് വരുന്നല്ലോ, ഇവളെന്തിനെന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളെ നല്ല റൊമാൻറ്റിക്കായിട്ട് നോക്കിയിട്ട് നിൽക്കുന്നു. അവൾ അവനോട് വാതോരാതി സംസാരിച്ചിട്ടേ ഇരിക്കുന്നു. അവനത് നോക്കി രസിച്ചിട്ടേ ഇരിക്കുന്നു. പെട്ടെന്ന് അവന് ബോധം വരുന്നു. ശരി, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഇരിക്കുവാണ്. അപ്പോഴും നന്ദിനി തന്നെയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം മൗലി ജോലിക്ക് പോകാൻ പോകുന്നു. മൗലി, നീ പോകാൻ പോവുകയാണോ? എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യ്, കുറച്ച് നേരം എൻ്റെ കൂടെ ഇരിക്കും. ഇല്ല ഗുണ, ഞാൻ പോകുന്നു, ഞാനൊരു ഡോക്ടറല്ലേ, എൻ്റെ പേഷ്യൻസൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, ഞാൻ പോണു ഗുണ എന്നും പറഞ്ഞുകൊണ്ട് അവൾ പോകുന്നു. ഗുണ, നിങ്ങളിരുന്ന് ഭക്ഷണം കഴിക്ക്, ഞാൻ വിളമ്പിത്തരാം എന്നുടനെ നന്ദിനി പറയുന്നു. ഇല്ല, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ പോണു എന്നും പറഞ്ഞ് അവൻ റൂമിൽ പോകുന്നു. അവൻ നല്ല ഡിസ്റ്റർബ്ഡാണ്. അപ്പോൾ മുത്തശ്ശി സൗണ്ട് ഉണ്ടാക്കുകയാണ്. എന്താ മുത്തശ്ശി, എന്തു പറ്റി? അല്ലടാ, ഈ വേലക്കാരി കറക്റ്റ് സമയത്ത് വരുന്നേ ഇല്ല, എനിക്കിപ്പോൾ ഡ്രസ്സിങ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയത്. ഇതൊക്കെ ദൂരത്ത് നിന്ന് നന്ദിനി കേൾക്കുമായിരുന്നു. മുത്തശ്ശി, ഞാൻ ഇപ്പോൾ തന്നെ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്യാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഉടനെ നന്ദിനി മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നു. മുത്തശ്ശി, ഞാൻ ആരാ നിങ്ങളുടെ? ഞാൻ നിങ്ങളുടെ ഒരു കൊച്ചുമകളല്ലേ. എൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് തന്നെ എല്ലാം പറയാം കേട്ടോ, ഞാൻ നിങ്ങൾക്കിപ്പോൾ ഡ്രസ്സ് ചെയ്ത് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവരെ കുളിപ്പിച്ച് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നു.
ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിക്ക് നല്ല സന്തോഷമാവുന്നു. നീ ഒരു നല്ല കുട്ടിയാണ്. നീ ഈ വീട്ടിൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നിന്നെക്കുറിച്ച് ഞാൻ തെറ്റായിട്ടാണ് കരുതി വച്ചിരുന്നത്. നീ ഇത്രയും നല്ല കുട്ടിയാണെന്ന് എനിക്കിപ്പോഴല്ലേ മോളെ മനസ്സിലായേ. എൻ്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി. എന്നിവർ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഗുണാലും വരുന്നു. മുത്തശ്ശി, അതിനിടയിൽ നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയോ? എങ്ങനെ? അതോ ഈ നന്ദിനിയോട് ചോദിക്കുക, അവളാണ് എന്നെ ഇതൊക്കെ ചെയ്ത്. അവൾ നല്ലൊരു കുട്ടിയാണ് കേട്ടോ എന്ന് നന്ദിനിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നു. എന്നാൽ ഇത് അവന് ഒരുമാതിരിയാവുന്നു. നന്ദിനി, നന്ദിയുണ്ട് കേട്ടോ എന്ന് അവനും പറയുന്നു. ഇതെല്ലാം കണ്ടതോടെ ഗുണാലിന് നന്ദിനിയുടെ അടുത്ത് നല്ല ഇമ്പ്രസ് ആയി എന്ന് തോന്നുന്നു. അങ്ങനെ അവളെ നോക്കിയിട്ടിരിക്കുന്നു. എന്നിട്ട് മൗലി ജോലി കഴിഞ്ഞ് വരുവാണ്. നന്ദിനി, നീ റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം. എവിടേക്ക്? അതോ, അത് നമുക്കൊന്നത് ഗാനമേളയ്ക്ക് പോവാം. ഗാനമേള നിനക്കിഷ്ടമല്ലേ? വാ. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അവളും നല്ല എക്സൈറ്റഡ് ആകുന്നു. ആ സമയത്ത് ഗുണാൽ മൗലിയെ വിളിക്കുന്നു. മൗലി, പെട്ടെന്ന്, ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അവിടേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ, നീയും പെട്ടെന്ന് വാ. ആ ശരി ഗുണാൽ, 3 ടിക്കറ്റ് എടുക്കുക കേട്ടോ, മറക്കല്ലേ. എന്താ 3 ടിക്കറ്റോ? നമ്മൾ 2 പേരല്ലേ, 3 എന്തിന്? മൂന്നാമത്തെ ആളാര്? ആരാന്നോ? എന്താ ഗുണാൽ ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മളുടെ നന്ദിനി. അത് കേട്ട ഉടനെ അവൻ്റെ ഫേസ് മാറുന്നു. എന്താ മൗലി ഇത്? നമ്മൾ 2 പേരും ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവിടെയും നന്ദിനിയും കൊണ്ട് വരുവാണോ? നീ എന്തിങ്ങനെ? ഗുണാൽ, അവൾ പാവമല്ലേ, അവളിവിടെ തനിയല്ലേ ഒറ്റയ്ക്കിരിക്കുന്നത്. അതുകൊണ്ടാണ് അവളെയും ഞാൻ കൊണ്ടുവരണേ. പ്ലീസ്. അതുപോലെ ഞാൻ അവളോട് പറഞ്ഞു റെഡിയായി നിൽക്കാൻ. പ്ലീസ്. അവൾക്കും ചേർത്ത് ടിക്കറ്റ് ഇട്. അവനും ശരിയെന്ന് പറയുന്നു. നന്ദിനി ഒരു സാരി എടുത്തുകൊണ്ട് മൗലിയുടെ അടുത്തോട്ട് വരുന്നു. മൗലി, ഇതെങ്ങനെ? ഈ സാരി ഞാൻ എടുക്കട്ടെ? ഇത് കൊള്ളില്ല, ഇത് പഴയ മോഡലല്ലേ, ഞാൻ നിനക്കൊരു സാരി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റ് കളർ സാരി എടുത്തു കൊടുക്കുന്നു. ഇത് കൊള്ളാം. ഇവിടെ ഗുണ 2 പേർക്കും വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടേക്ക് നന്ദിനി ആ വൈറ്റ് കളർ സാരിയൊക്കെ എടുത്ത് അടിപൊളിയാ നടന്നു വരുമ്പോൾ ഒരാളെ ഇടിക്കുന്നു. അവൾ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. അത് ഗുണാൽ കാണുന്നു. ഓ, ഈ ഡ്രസ്സാണോ? ഇത് ഞാനല്ലേ വാങ്ങിക്കൊടുത്തേ, ഇത് മൗലി തന്നെയാണ് എന്നും പറഞ്ഞ് അവളെ നോക്കി ചിരിച്ചിട്ടേ നിൽക്കുന്നു. ഉടനെ നന്ദിനി തിരിയുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അത് മൗലിയല്ല നന്ദിനിയാണെന്ന്. പക്ഷെ അത് അവന് ഒരുമാതിരിയാവുന്നു. കാരണം ആ സാരി ആഗ്രഹത്തോടെ അവൻ മൗലിക്ക് വാങ്ങിക്കൊടുത്തതാണ്. അതാണ് അവന് കൺഫ്യൂസ് ആയത്. ഉടനെ ഗുണാൽ, നന്ദിനി ഹായ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് മൗലിക്ക് കോൾ ചെയ്യുന്നു. എവിടെ നീ? എത്ര ടൈമായി? സോറിടാ, ഞാൻ പാർക്കിങ്ങിലാണ്, കുറച്ച് സമയമാവും. ഞാൻ ഉടനെ തന്നെ വരും. ഒന്ന് വെയിറ്റ് ചെയ്യ്, ദേഷ്യപ്പെടാതെ. നീ നന്ദിനിയും കൂട്ടി അകത്തോട്ട് പൊക്കോ, ഞാൻ പെട്ടെന്ന് വരാം. ശരി, പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്യുന്നു. പക്ഷെ അവന് നല്ല ദേഷ്യമുണ്ട് മൗലിയോട്. കാരണം അവൻ ആഗ്രഹത്തോടെ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് അതെടുത്ത് നന്ദിനിക്ക് കൊടുക്കുന്നു. അതുപോകാൻ കറക്റ്റ് ടൈം വരാതെ അതിനും നന്ദിനിയെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. ഇനിയാണ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് പാർട്ടുകളൊക്കെ വരുന്നതും മൗലിയുടെ ജീവിതം തകർന്നടിയാൻ പോകുന്നെന്ന് മൗലിക്ക് പോലും മനസ്സിലാതെ നന്ദിനിയുടെ മനസ്സിൽ പ്രണയം മുട്ടുന്നതൊക്കെ ഇനിയാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, സ്റ്റേ ട്യൂൺ. നാളെ ഞാൻ ഇതേ സമയം വരുന്നതാണ്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ ഇന്ന് തന്നെ അറിയിക്കണേ. ബൈ.